നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളിയുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കോടതി ഇടപെടലിലൂടെയുള്ള നീക്കം, SNDP-യിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും നീക്കിയിരിക്കുന്നു, ചില ഡയറക്ടേഴ്സിനെയും. സർ, എനിക്ക് അത്ഭുതമുള്ളത്, ഇങ്ങനെ ED അന്വേഷിക്കേണ്ട ഒരു കേസില് കോടതി ഏകദേശം ശിക്ഷിച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഈയിടെ പത്മഭൂഷൺ സർക്കാർ കൊടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ പത്മഭൂഷൺ കൊടുക്കുന്നവരെ സാധാരണ IB-യും ബാക്കിയുള്ള ഏജൻസീസൊക്കെ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ, ഇങ്ങനെ ഒരു വിധി ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം, ഈ വെള്ളാപ്പള്ളി എന്ന മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് നാട്ടിലും ഈ നമ്മുടെ സിസ്റ്റം? വെള്ളാപ്പള്ളി എന്ന മനുഷ്യനെയും കോൺട്രാക്ടറെയും പ്രാദേശിക മാടമ്പിയെയും എല്ലാം കേരള സമൂഹത്തിന് നന്നായി അറിയാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP-യുടെ നേതൃത്വത്തിനും അറിയാം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? BJP ഇത്തരം ഒരു കാര്യത്തിന് മുതിർന്നത് എന്ന് അന്വേഷിക്കലാണ്. കാരണം അതാണല്ലോ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഫാർസിക്കൽ, ഏറ്റവും പരിഹാസ്യമായ ഒരു ഇരട്ടത്താപ്പും ഒരു രാഷ്ട്രീയ അധാർമികതയുമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം BJP RSSന്റെ ആശ്രിതൻ മാത്രമല്ല, പിണറായിയുടെ ഏറ്റവും അടുത്ത പിന്തുണക്കാരനുമാണ്, സുഹൃത്തുമാണ്. അല്ലെങ്കിൽ നവോത്ഥാന കമ്മിറ്റിയുടെ എന്തോ ചെയർമാനും ഇല്ലേ? അതെ, നവോത്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. എങ്ങനെ ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നവോത്ഥാന പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം ഈ ഹൈക്കോടതി കേസ് കഴിഞ്ഞിട്ടും തുടരുകയാണ്. അത് പിണറായിയുടെ സ്വന്തം ഓഫീസ് കാറിൽ ഹിന്ദുത്വ കോൺക്ലേവ്, എന്താ അതിന് പറയാ, ഹിന്ദുത്വ അയ്യപ്പ സംഗമത്തിന് പോവുകയാണ്. ദിവസവും പത്രസമ്മേളനം വിളിച്ച് പിണറായിയും LDF-ഉം കേരളത്തിൽ തിരിച്ചു വരുമെന്ന് പറയുകയാണ്. കോൺഗ്രസിലെ തിരഞ്ഞെടുത്ത വ്യക്തികളെ ആക്രമിക്കുകയാണ്. എന്താ പറയുക, ഒരു സംസ്കാര ശൂന്യമായ രീതിയിൽ പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന, ഒരു നാണം എന്നുള്ളത് അടുത്തുകൂടി പോവാത്ത ഒരു കള്ള നാണയം, രണ്ട് വഞ്ചിയിൽ കാലു വെച്ചുകൊണ്ട് രാഷ്ട്രീയ സാക്ഷരതയുള്ള മലയാളിയെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. താങ്കൾക്ക് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിനെതിരായ ഈ കേസ്. ഇങ്ങനെ ഇനിയുള്ള കേസുകൾ എന്താണ്? മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. അത് അന്വേഷിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പിണറായി പ്രേമത്തിന്റെ പുറകിലുള്ളത് ആ കേസിൽ നിന്നുള്ള സംരക്ഷണം. മനസ്സിലായില്ലേ? അത് വെറും ഇടതുപക്ഷത്തോടുള്ള സ്നേഹമോ പിണറായിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹമോ CPM-നോടുള്ള സ്നേഹവുമല്ല. അപ്പൊ ഇവർ ചെയ്ത കളവിന് ഇവർക്ക് ശിക്ഷ ഈ RSS BJP കേന്ദ്ര ഭരണത്തിൽ ഉള്ളിടത്തോളം കാലം, ഈ സർക്കാർ CPM നേതൃത്വത്തിലെ പിണറായി സർക്കാരിന്റെ നയം മാറ്റാത്തടത്തോളം കാലം അവർ സുരക്ഷിതരായിരിക്കുകയും മാത്രമല്ല, അവർ പൊതുരംഗത്ത് ഇനിയും നമ്മളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനം തുടരും. ഇതാണ് എനിക്കുള്ള കാരണം. വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് പേഴ്സണലി, ഞാൻ നാരായണ ഗുരുവിനെ വളരെ വ്യക്തിപരമായി വളരെ മാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ചില കൂട്ടർ അവിടെ അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വളരെ കേരളത്തിനും മലയാളിക്കും അപമാനകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നു.